നമസ്കാരം. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന വിപ്ലവങ്ങളാണ്. വിശ്വാസം, സാംസ്കാരികതയും ദേശീയതയുമൊക്കെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, അവിടങ്ങളിൽ ആരാധനാലയങ്ങളിൽ ഉറപ്പിക്കാൻ കഴിയുന്ന സമത്വം, മതേതരത്വം എന്ന് പറയുന്നത് പലതുകൊണ്ടും ഒരു പ്രതീകമാണ്. നിങ്ങളുടെ വിശ്വാസങ്ങളിൽ, നിങ്ങളുടെ സങ്കല്പങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവരെയും ചേർക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ശക്തമായ ഒരു സന്ദേശമാണ്. അവിടെയാണ് അത്തരം സമരങ്ങളിൽ, അത്തരം പോരാട്ടങ്ങളിൽ ആ പോരാട്ടത്തിന് നേതൃനിരയിൽ ഉണ്ടായിരുന്നവരുടെ വ്യക്തിത്വത്തെയും നമ്മൾ നിർവചിക്കേണ്ടത്. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പോരാട്ടത്തിൽ, അല്ലെങ്കിൽ ആ പോരാട്ടങ്ങളെക്കുറിച്ച് പിന്നീട് വന്ന കാലത്തിൻ്റെ വിലയിരുത്തലുകളിൽ നേതൃനിരയിലെ വനിതാ സാന്നിധ്യത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോരാട്ടങ്ങളിലെല്ലാം സമൂഹത്തിൻ്റെ എല്ലാ തുറയിൽപ്പെട്ടവർക്കും പങ്കെടുക്കാനായിട്ടുമുണ്ട് എന്നുള്ളതാണ്. ആ സമരത്തിലൂടെ, അല്ലെങ്കിൽ ആ സമരം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നാലും, അതിൻ്റെ മുന്നിലുള്ളവർ ആര് തന്നെയായിരുന്നാലും, ആ ആശയത്തോടുള്ള നിങ്ങളുടെ യോജിപ്പും എങ്ങനെയുള്ളത് തന്നെയായിരുന്നാലും, അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത് എല്ലാത്തിലേക്കും എത്തുന്ന ഒരു വലിയ സമത്വാശയമാണ് എന്നുള്ളിടത്താണ് ഇത് പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലവും, അവിടെ പൊതുയിടങ്ങളിൽ പൊതുജനങ്ങളുടെ പ്രതികരണവും നിർണായകമാകുന്നത്. നമ്മളിത് പലവട്ടം ചർച്ച ചെയ്താണ് കേരളത്തിൻ്റെ പൊതുബോധത്തെക്കുറിച്ച്. ഫ്രാൻസിൽ ഐതിഹാസികമായ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ തൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് താൻ വലിയ ശരിയാണെന്നും, പേര് മറക്കേണ്ടതും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതും തെറ്റ് ചെയ്തവരാണെന്നും വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഒരു വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ബംഗാളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഏറ്റെടുക്കാൻ കഴിയാത്ത വിധം ആശുപത്രിയിൽ നടന്ന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പീഡനത്തിനെതിരെ പൊതുസമൂഹം രംഗത്തിറങ്ങാൻ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരം പൊതുയിടങ്ങളിലൂടെ, ഇത്തരം പൊതുസ്ഥലങ്ങളിലൂടെ പൊതുജനങ്ങൾ ഇറങ്ങി പ്രതികരിച്ചതിലൂടെ ഉണ്ടായതാണ് കേരളം എന്ന സംസ്കാരം. അത്തരം പൊതുയിടങ്ങളിലേക്ക് പൊതുജനങ്ങൾ കടന്നു വരാതിരിക്കുന്ന ഒരു കാലം, നമ്മളത് പലവട്ടം ചർച്ച ചെയ്ത്, അത്തരം ഒരു ഘട്ടത്തിൽ പൗരബോധമുള്ള തലമുറ ഇല്ലാതായി പോവുകയോ, പൊതുയിടങ്ങളിലേക്ക് ഇറങ്ങി പ്രതികരിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തങ്ങൾ കടന്നു വരേണ്ടതില്ല എന്നും, രാഷ്ട്രീയത്തിലേക്കും പൊതുപ്രവർത്തനത്തിലേക്കും തങ്ങൾ കടന്നു വരേണ്ടതില്ല എന്നും ലോകമെമ്പാടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ശിവഗിരി വരെ നമ്മൾ രാഹുൽ ഈശ്വറിലേക്ക് എത്തുന്നത്. രാജാറാം മോഹൻ റായിയുടെ സ്ഥാനത്ത് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ വരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥാനത്ത് ചിദാനന്ദപുരിയെ പോലെയുള്ള ആളുകൾ വരുന്നു. എന്നാൽ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്ന് പറയുന്നത്, ഒരു പ്രഹേളികയായി പൊതുസമൂഹത്തിൽ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകൾ, പക്ഷേ റാസ്പുട്ടിനേക്കാൾ വിചിത്രമായ ആളുകൾ, തങ്ങളുടെ നിലപാടുകൾ എന്താണ്, തങ്ങളുടെ സ്ഥാനം എന്താണ്, ഒരുപക്ഷെ മതിഭ്രമം വന്നവർ എന്നുപോലും പൊതുസമൂഹം ചിന്തിച്ചു പോകുന്ന ഒരു തലത്തിൽ തങ്ങളുടെ ചിത്രം പൊതുസമൂഹത്തിൽ നിർമ്മിച്ചുകൊണ്ട് വലിയ ആൾക്കൂട്ടങ്ങളെ തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പറ്റം ആളുകളോട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പൊതുസമൂഹത്തിൽ നിന്ന് രാഹുൽ ഈശ്വറിന് പിന്നിൽ അണിനിരക്കുന്നവരുടെ എണ്ണം
അതിൽ അഭ്യസ്തവിദ്യരായ അടക്കം ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കാണുമ്പോൾ മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ കരാള ഹസ്തങ്ങൾ കേരളത്തെ മൂടി എന്നുള്ളതാണ്. മൂടുന്നുവെന്ന് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഒരുപക്ഷെ മുമ്പ് ബാലകൃഷ്ണയുടെ സിനിമയ്ക്ക് പറഞ്ഞ പോലെ ബാലകൃഷ്ണയുടെ തെലുങ്ക് തന്നെ ബാലകൃഷ്ണയുടെ സിനിമ കാണുമ്പോൾ ബാലകൃഷ്ണയോടല്ല, ബാലകൃഷ്ണയുടെ സിനിമയ്ക്ക് ബാലകൃഷ്ണയ്ക്ക് ആരാധകരെന്ന് പറയുന്നവരോടാണ് നമുക്ക് സഹതാപം തോന്നുന്നതെന്ന് പറയുന്ന പോലെ രാഹുൽ ഈശ്വറിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്നത് രാഹുൽ ഈശ്വറിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ആളുകളെയാണ്. തീർച്ചയായും ഇത്തരമൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പൊതുയിടങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുബോധം എത്രമാത്രം ദുഷിച്ചു പോയി എന്നതിന് നമ്മൾ നിരത്തുന്ന തെളിവുകളുടെ മൂർത്തിവത് ഭാവമാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി. ഒരു പൊതുസമൂഹത്തിന് നിങ്ങളുടെ ഭരണാധികാരി അളന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും പൗരബോധവും അറിയണമെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന ജനപ്രതി നോക്കിയാൽ അറിയാമെന്ന് പറയുന്ന പോലെ രാഹുൽ ഈശ്വറും സായി ദീപകും ചിദാനന്ദപുരിയുമൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ സാക്കിർ നായിക്കിൻ്റെയും അബ്ദുൽ നാസർ മദനിയുടെയും ഒക്കെ അതേ അബ്ദുൽ നാസറും അതിനുമൊക്കെ സൃഷ്ടിച്ച അതേ സാഹചര്യത്തിലേക്ക് മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളെ എത്തിച്ച അതേ സാഹചര്യത്തിലേക്ക് ഹിന്ദു സമൂഹം എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പ്രധാനപ്പെട്ടത് പൊതുയിടങ്ങളും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നൈറ്റ് ലൈഫിനെ കുറിച്ചും ആഗോളതലത്തിൽ സ്ത്രീ സുരക്ഷയിലൂടെ മാത്രം സ്ത്രീ സുരക്ഷയുടെ മാത്രം സൃഷ്ടിക്കപ്പെടുന്നതാണ് പുരോഗമനം എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് വരെ പറയുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളപ്പോൾ ആഗോളതലത്തിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്നു. സ്ത്രീ വോട്ടർമാരിലേക്ക് എത്താൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിൽ പോലും വലിയ പദ്ധതികൾ ഭരണകൂടങ്ങൾ നിർവഹിക്കുന്നു, സംസ്ഥാന ഭരണകൂടങ്ങൾ നിർവഹിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഭിന്നമായ താല്പര്യങ്ങൾ തനിക്കുണ്ടെന്നും വൈരുദ്ധ്യങ്ങളോ വ്യക്തിയാണ് താണെന്ന് പൊതുസമൂഹത്തെ തോന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട്, തൻ്റെ ഒരു മറോടെയോ ഷെയ്ൻവോണോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സാക്കിർ നായിക്കിനെയും അബ്ദുൽ നാസർ മദനിയും വെല്ലുന്ന തീവ്രതയോടെ അപകടകാരിയായ മനുഷ്യൻ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് ഹിന്ദു സമൂഹം ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ ഇനി നേരിടാൻ പോകുന്ന പ്രതിസന്ധികളുടെ ആഴത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അവിടെയാണ് അമേരിക്കയിലെ ഹിന്ദു നിർണായകമാവുന്നത്, കാനഡയിലെ സിഖ് സമൂഹം നിർണായകമാവുന്നത്, അവിടെയാണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമൊക്കെ ന്യൂനപക്ഷ പ്രീണനം നിർണായകമാവുന്നത്. അതിതീവ്ര ദേശീയതയിൽ തങ്ങളും കുടിയേറ്റക്കാരാണെന്ന് തിരിച്ചറിയുന്ന അമേരിക്കയിലെ സവർണ ഹിന്ദുവിനെയാണ് രാഹുൽ ഈശ്വർ പ്രതിദാനം ചെയ്തത്. തീർച്ചയായും സവർണതയിൽ ഊന്നിയ അതിതീവ്ര ദേശീയതയിലേക്ക് കടക്കാൻ തീരുമാനിച്ച RSSന് ലഭിച്ചൊരു വലിയ തിരിച്ചടി തന്നെയാണത് നമുക്ക് പറയാൻ കഴിയും. സിഖ് തീവ്രവാദം പോലെയുള്ള അതിസങ്കീർണമായ സമാന്തര ദേശീയതയെ വോട്ട് ബാങ്കായി ഉപയോഗിക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടിയുള്ള തിരിച്ചടിയാണ് കാനഡയിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലെ കേരള സമൂഹത്തെ നമുക്ക് വിലയിരുത്തുമ്പോൾ രാഹുൽ ഈശ്വറിന് മുമ്പും രാഹുൽ ഈശ്വറിന് ശേഷവും എന്ന് പറയേണ്ടി വരും. ആദ്യത്തേത് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ കടന്നുവരവ്, അതിനോടുള്ള കേരളത്തിലെ മറ്റ് സമുദായങ്ങളുടെ പ്രതികരണം. രണ്ടാമത്തേത് രാഹുൽ ഈശ്വറിനെയും ചിദാനന്ദപുരിയും പോലെയുള്ള ശ്രീജിത്ത് പണിക്കരെയും പോലെയുള്ള വളരെ അപകടകാരികളായ ആളുകളുടെ കടന്നുവരവ്. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. രണ്ട് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടമാണ് ഇത് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൾക്കൂട്ടങ്ങളിലേക്ക് എത്തിക്കാനും ആൾക്കൂട്ടങ്ങളെ
ഒരു ഒരു അക്രമ ത്വരയുള്ളവരാക്കി മാറ്റാനും വളരെ എളുപ്പം കഴിയുന്ന ഒരു ഘട്ടത്തിൽ, ഒരു 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 കാലഘട്ടത്തിൽ ഇത്തരം വ്യക്തികൾക്ക് ഒരു നിമിഷം പൊതുസമൂഹത്തിൻ്റെ ധാരണകളെയും ചിന്തകളെയും എങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും എന്ന് നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇതിലാദ്യത്തേത് നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. ഒന്നിക്കേണ്ടത് എന്തിൻ്റെ പേരിലാണ്, എന്തിൻ്റെ കീഴിലാണ് എന്നുള്ളതിലാണ് കേരളത്തിൽ ആദ്യമായി നമ്മൾ നിർവചനം കണ്ടെത്തേണ്ടത്. അവിടെയാണ് ഇസ്ലാമിക ഭീകരവാദത്തിന്, സംഘടിത വോട്ട് ബാങ്കിന്, അതിന് കീഴിൽ അണിനിരന്ന് അതിന് കീഴിൽ രാഷ്ട്രീയ നേതൃത്വം നേടിയ രണ്ട് മുന്നണികൾ, അവർക്ക് മുന്നിൽ ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടം വിഭജനമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് സവർണ ഹൈന്ദവത BJPയിൽ രാഷ്ട്രീയ അഭയം തേടുന്നു. ഈ സവർണ ഹൈന്ദവതയുടെ വക്താവാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി. തീർച്ചയായും പൊതുയിടങ്ങളിലെ വസ്ത്രധാരണം നിർണായകമാണ്. എന്നാൽ ഐറ്റം സോങ്ങുകൾ അടക്കമുള്ളവ ഒരു നിർണായക ഘടകമായി മാറിക്കഴിഞ്ഞ ഒരു സമൂഹത്തിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്നതിലെ ധാർമ്മികതയും ഉയർത്തിക്കാട്ടുന്നതാണ്. അർദ്ധനഗ്നനായ ക്ഷേത്രത്തിലെ പൂജാരിമാരിൽ ശാസ്ത്രീയതയും ദൈവികതയും കാണുന്ന രാഹുൽ ഈശ്വർ തന്നെയാണ് ഇത്തരം വിഷയങ്ങളുമായി നമ്മുടെ മുന്നിലെത്തുന്നതെന്ന് പറയുമ്പോൾ തൻ്റെ ചിന്തകളിൽ, തൻ്റെ ജൽപ്പനങ്ങളിൽ വൈരുദ്ധ്യം കലർത്താൻ ശ്രമിക്കുന്ന രാഹുൽ ഈശ്വറിനെ നമ്മളിവിടെ സൂക്ഷ്മതയോടെ കാണേണ്ടതുണ്ട്. വിഡ്ഢിത്തരം പറയുന്നയാളാണെന്നും വകതിരിവില്ലാത്ത ആളാണെന്നും നമ്മൾ രാഹുൽ ഈശ്വറിനെ വിലയിരുത്തുന്നിടത്താണ് രാഹുൽ ഈശ്വർ കൂടുതൽ അപകടകാരിയാവുന്നത്. ഏതൊക്കെ വിഷയങ്ങളിൽ ആർക്കൊക്കെ ഇടപെടാൻ അധികാരമുണ്ടെന്ന് കുറച്ചുപേരോ ഒരു വലിയ വിഭാഗമോ തീരുമാനിക്കുമ്പോൾ വിശ്വാസിയും നിരീശ്വരവാദിയും യുക്തിവാദിയും അരാഷ്ട്രീയവാദിയും എല്ലാം അവർക്കെല്ലാവർക്കുമായി പ്രത്യേകം കള്ളികൾ രൂപപ്പെടുമ്പോൾ വലിയ പോരാട്ടത്തിലൂടെ, വലിയ ആശയങ്ങളുടെ രൂപം കൊണ്ട് ഒരു ജനാധിപത്യമാണ് മരണാസന്നമാവുന്നത്. അറപ്പുളവാക്കുന്ന പ്രീണന രാഷ്ട്രീയത്തിൻ്റെ, സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ പിടിയിലമർന്ന് ഒരു സമൂഹത്തിൽ നിഷ്പക്ഷരെന്ന ഒരു വിഭാഗം ഇല്ലാതാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളത് ചാനൽ ചർച്ചകളൊക്കെ കാണാറുള്ളതാണ്. അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരാവാം, ചർച്ചകളിൽ വിടുന്ന സണ്ണിക്കുട്ടി അബ്രഹാമിനെ പോലെയുള്ള ആളുകളാവാം, ശ്രീജിത് പണിക്കരെ പോലുള്ള ആളുകളാവാം. ഇവർ നിഷ്പക്ഷർ എന്ന മേലെങ്കിൽ എത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ ആശയങ്ങളോടെയാണ്. അപ്പോൾ നിഷ്പക്ഷർ എന്ന വിഭാഗത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ. അതുതന്നെയാണ് കേരളത്തിൻ്റെ സാമൂഹിക പ്രതലം ഇന്ന് നേരിടുന്ന വളരെ ഏറ്റവും വലിയ ഭീഷണി. അത് ഷാബാനുവിൽ തുടങ്ങുന്നു, അത് മുത്തലാഖിൽ തുടങ്ങുന്നു, അത് ഉമർ ഫൈസി മുക്കം പരസ്യമായി അവഹേളിച്ചു വിട്ട, ഉമർ ഫൈസി മുക്കത്തെ പരസ്യമായി വെല്ലുവിളിച്ച കേരളത്തിലെ ധീരയായ സ്ത്രീ പോരാളിയിൽ വിടുന്നു. നർഗീസ് മുഹമ്മദിയെ അറിയാത്ത കേരളത്തിലെ മാധ്യമപ്രവർത്തകരിലെത്തുന്നു. യൂണിയൻ സിവിൽ കോഡിനെതിരെ മുത്തലാഖിനും പർദ്ദയ്ക്കും വേണ്ടി സമരം ചെയ്യുന്ന ഒരു പ്രദേശത്ത് രാഹുൽ ഈശ്വർ നിഷ്പക്ഷനാവുന്നത് സ്വാഭാവികം. രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാനും
സാഹിത്യകാരനാവാനും ഏറ്റവും എളുപ്പം മാധ്യമപ്രവർത്തനാവുകയാണ് എന്ന് നമ്മുടെ മുന്നിൽ ഉണ്ണി ബാലകൃഷ്ണനും ഉണ്ണി ബാലകൃഷ്ണൻ തെളിയിച്ചത് ഈ അടുത്താണ്. ഇത് രാഷ്ട്രീയ അധികാരം നേടാൻ സാഹിത്യ പ്രവർത്തനമാണ് ഏറ്റവും മികച്ചതെന്ന് ശാരദക്കുട്ടിയും സുഭാഷ് ചന്ദ്രനും സച്ചിദാനന്ദനും സക്രിയുമൊക്കെ തെളിയിച്ചിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അവിടെയാണ് ഇത്തരമൊരു ചർച്ചയിലേക്ക്, ഇത്തരമൊരു ചിന്തയിലേക്ക് സമൂഹം എത്തുന്നത്, ഇത്തരമൊരു ധാരണയിലേക്ക് ഇപ്പോൾ സമൂഹം എത്തുന്നത്. നിങ്ങൾക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, മുമ്പ് ഒരു വീട് നമ്മൾ ചർച്ച ചെയ്യുന്നു, നിങ്ങൾക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, സാംസ്കാരിക മേഖലയുടെ ഇടം നേടാൻ മാധ്യമപ്രവർത്തനം ആയാൽ മതി എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം സാമൂഹിക സാംസ്കാരിക മേഖലയിൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടത് തുല്യതയാണ്. ശബരിമലയെ സ്ത്രീ പ്രവേശം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാകുമായിരുന്നു. അതിവിടെ സംഭവിക്കാതെ പോയത് പിന്നിൽ നേരത്തെ പറഞ്ഞ പ്രീണന രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ മുന്നിലുള്ള വഴികൾ അടയുകയാണെന്നുള്ളതാണ്. അടിമത്തത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥിതിയിൽ നമ്മൾ പുറകിലേക്ക് നടക്കാൻ നിർബന്ധിക്കപ്പെടും. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, വിലയിരുത്തേണ്ടത്. വനിതാ പൊതുപ്രവർത്തകരും മറ്റും പൊതുജീവിതം നയിക്കുന്നവരുമായി ബന്ധപ്പെട്ട ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വരെ പ്രസ്താവനകൾക്കിടയിൽ ഒരു നിമിഷം ക്ഷമിക്കണം, ചെറിയ തിരക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ച അടുത്ത് വനിതാ പൊതുപ്രവർത്തകർക്കും പൊതുജീവിതം നയിക്കുന്നവർക്കുമെതിരായിട്ട് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വരെ അപകീർത്തികരമായ പ്രസ്താവന വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഉപരിവിപ്ലവമായി മാത്രം നടക്കുന്ന പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യില്ല. അത് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത് അതിന് പുതിയ നിയമവും പുതിയ മനോഭാവവും വരേണ്ടിയിരിക്കുന്നു. ജെൻഡർ ന്യൂട്രൽ വസ്ത്രവും നാമവും യൂണിസെക്സ് ഫാഷനും ഫെയർ ആൻഡ് ഗ്ലോ ആക്കുന്നതും ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീകളുടെ ചിത്രം വയ്ക്കുന്നതും എല്ലാം തെറ്റായ തീരുമാനങ്ങളല്ല. എന്നാൽ പോലും പുരുഷ മേൽക്കോയ്മയും വർണ്ണവഴിയും ബ്രാഹ്മണിസവും പക്ഷേ അതുകൊണ്ട് തുടച്ചു നീക്കാൻ ആവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി. അതിനാദ്യം തിരുത്തേണ്ടത് പർദ്ദയും അബ്ദുൽ നാസർ മദനിയും എല്ലാം തിന്മയാണെന്ന് പറയാനുള്ള ആർജവമാണ്. കേരളം കണ്ട ഏറ്റവും കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ മാത്രമാണ് പാണക്കാട് തങ്ങൾ എന്ന് പറയാനുള്ള ആർജവമാണ്. ഒരു മൂന്നാംകിട രാഷ്ട്രീയ സംവിധാനത്തെ അർഹിക്കാത്ത വിശുദ്ധിയിലേക്ക് അത് കൊണ്ടുപോകുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അമൃതാനന്ദമയിയുടെയും സായിബാബയുടെയും ഒക്കെ വ്യാവസായിക താല്പര്യങ്ങളെ, നന്മയില്ലായ്മയെ പരസ്യമായി വിമർശിച്ച ഒരു സമൂഹത്തിന്, ഹിന്ദു സമൂഹത്തിന് രാഹുൽ ഈശ്വറിലേക്കും ചിദാനന്ദപുരിയിലേക്കും ശ്രീജിത്ത് പണിക്കറിലേക്കുമൊക്കെ വരുന്നത്, ശ്രീജിത്ത് പണിക്കർ മിതവാദിയാവുന്നത്, രാജാറാം മോഹൻ റായ് പോലെ ഒരാളാവുന്നത് പിന്നിൽ ഇത്തരം നയങ്ങളുണ്ടെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അവിടെയാണ് ഒരിക്കൽ കൂടി നമ്മൾ വൈരുദ്ധ്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് വ്യക്തിത്വം നിർമ്മിക്കുന്ന രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ അതിന് പല തലങ്ങളുണ്ട്. അത് പല രീതിയിൽ അത് സമൂഹത്തിലേക്ക് അതിൻ്റെ വിസർജ്യം പുറം തള്ളുമെന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
കേവലം ഒരു വ്യക്തിയായി മാത്രം രാഹുൽ ഈശ്വറിനെ കണക്കാക്കുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. രാഹുൽ ഈശ്വർ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കാരണം രാഹുൽ ഈശ്വർ ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മാലിന്യമാണ്. ആമയഞ്ചാന്തോടിൽ ജോയിയെ രക്ഷിക്കാൻ കഴിയാതെ പോയ സമൂഹത്തിന് ഈ വലിയ മാലിന്യത്തെ കാണാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം രാഹുൽ ഈശ്വറിൻ്റെ കഥാപാത്ര നിർമ്മിതി അത്തരത്തിലുണ്ടാണ്. മീഡിയ വണ്ണിൽ മതേതരവാദിയും സ്വന്തം വീഡിയോകളിൽ പുരോഗമനവാദിയുമായി വരുന്ന രാഹുൽ ഈശ്വർ മീറ്റു പോലെയുള്ള വിഷയങ്ങളിൽ അതിയാഥാസ്ഥികമായ നിലപാടുകളെടുക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുലിന് ലഭിക്കുന്ന ചാനലുകൾ, രാഹുലിന് വേണ്ടി കാത്തിരിക്കുന്ന ചാനലുകൾ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. രാഹുലിന് സംസാരിക്കാൻ ലഭിക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. ഒന്ന് ജനൻ ടി വിയും ഒന്ന് മീഡിയ വണ്ണുമാണ്. അവിടെയാണ് രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ തനിക്ക് ഒരു സവർണ ഹൈന്ദവ സ്വത്വമുണ്ട് എന്നുള്ള വിശ്വാസം ഒഴിച്ച്, എന്ന ധാരണ ഒഴിച്ച് മറ്റൊന്നും രാഹുൽ ഈശ്വർ മറച്ചു വയ്ക്കുന്നില്ല. കേരളത്തിലെ അടിമ മാധ്യമങ്ങൾക്ക് രാഹുൽ ഈശ്വർ അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയാണ്. കാരണം തങ്ങൾ രാഹുലിനെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടി എന്ന് അവതാരകർ കരുതുമ്പോൾ മറ്റുള്ളവർക്ക് ഒന്നുമില്ലാത്ത വ്യക്തിത്വവും അഭിപ്രായമാണ് തനിക്ക് എന്ന് തോന്നിപ്പിച്ച് കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ വൈരുദ്ധ്യങ്ങളിലേക്ക് രാഹുൽ ഈശ്വറിന് കടക്കാൻ കഴിയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ സവർണ ഹൈന്ദവതയ്ക്ക് ശക്തി ലഭിക്കുന്നു. ആ സവർണ ഹൈന്ദവതയിലൂടെ പുരുഷ കേന്ദ്രീകൃതമായ, പൗരോഹിത്യ കേന്ദ്രീകൃതമായ വ്യവസ്ഥയുണ്ടാകുമ്പോൾ അബ്ദുൽ നാസർ മദനിക്കും മീഡിയ വണ്ണിലെ ദാവൂദിനും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും താലിബാനും വേണ്ടി നിലകൊള്ളുന്ന അല്ലെങ്കിൽ അനിൽ മുഹമ്മദിനെ പോലെയുള്ള മൂന്നാംകിട മത തീവ്രവാദികൾക്ക്, ചാനലുകൾ വഴി മതം വിൽക്കുന്ന തീവ്രവാദികൾക്ക്, ഈ വ്യക്തികൾക്ക്, ഈ സംരംഭങ്ങൾക്ക് കീഴിൽ അണിനിരക്കുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക്, വ്യക്തികൾക്ക്, കേരളത്തിലെ ഉറങ്ങിക്കിടക്കുന്ന മുസ്ലിം മത തീവ്രവാദികൾക്ക് മുന്നിൽ രാഹുൽ സ്വീകാരനാവുന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പോൾ മതം എന്ന് പറയുന്നത് നിലനിൽപ്പ് സംഘടിത ശക്തിയാവുന്നത് അത് പൗരോഹിത്യത്തിലും പുരുഷനിലും കേന്ദ്രീകരിക്കുമ്പോഴാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തെളിവാണ് രാഹുലിന് ഈ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ ലഭിക്കുന്ന സ്വീകാര്യത. ട്രംപിൻ്റെയും മസ്കിൻ്റെയും അപ്രവചനീയതയെ കടത്തിവിടുന്നതാണ്. കാരണം അവർ തങ്ങളുടെ അടിസ്ഥാന ആദർശം മറച്ചു വയ്ക്കുന്നില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വറിനെ മനസ്സിലാക്കാൻ നമ്മൾ വൈകുന്നത്. വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലും അവയിലെ വൈരുദ്ധ്യങ്ങളിലും രാഹുൽ ഈശ്വർ കാണിക്കുന്ന മികവ് പഠനവിധേയമാക്കേണ്ടതാണ്. ആഗോള വലതുപക്ഷത്തിൻ്റെ പൗരോഹിത്യ പുരുഷ കേന്ദ്രിത വലതുപക്ഷത്തിൻ്റെ ഏറ്റവും ഗൂഢവും നീചവുമായ രൂപമാണ് രാഹുൽ ഈശ്വർ. ആരാധനാലയങ്ങളിൽ അവർണരെയും സ്ത്രീകളെയും പരിമിതപ്പെടുത്താൻ ശിവഗിരി കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ രാഹുലിന് സാധിച്ചിരിക്കുന്നു. പർദ്ദയിലും താലിബാനിലും വിസ്മയം കാണുന്നവർ രാഹുലിന് പിന്നെ അണിനിരക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം തന്നെ ഉയർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ രാഹുൽ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ വലതുപക്ഷത്തിൻ്റെ അജണ്ട ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ മീഡിയ വണ്ണ് മുതൽ സിറിയയിലെ പുതിയ ഭരണാധികാരി മുതൽ താലിബാൻ വരെയുള്ളവർ സ്വീകരിക്കുന്ന പുതിയ നയം, മൗദൂദിയെ തള്ളിപ്പറയാൻ വരെ നിർബന്ധിതരായ ജമാഅത്ത് ഇസ്ലാമി, ഇത്തരം ആളുകൾ സ്വീകരിക്കുന്ന, പൊതുസമൂഹത്തിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി സ്വീകരിക്കുന്ന മതേതര പുരോഗമന മുഖം BJP ഒന്ന് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അവിടെയാണ് ശ്രീജിത്ത് പണിക്കർ ഇതിൻ്റെ കുറേ കൂടി മിതമായ മുഖമാവുന്നത്, എന്നാൽ ഇത്രത്തോളം തന്നെ അപകടകാരിയുമാവുന്നത്. വിരുദ്ധാഭിപ്രായങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് സ്ഥാപിക്കാൻ RSSന് കഴിയുന്ന ഇത്തരം നയങ്ങളുണ്ട്. കാരണം പണിക്കരുടെ സ്ത്രീക്ക് ആരാധനാലയങ്ങളിൽ കുറേ കൂടി സ്വാതന്ത്ര്യമുണ്ട്. ആരാധനകൾക്ക് പുറത്ത് ആരാധനാലയങ്ങളില്ലെങ്കിൽ പോലും അവിടെയാണ് BJPയുടെ സവർണ രാഷ്ട്രീയം വെളിവാകുന്നത്.
അതുകൊണ്ട് തന്നെ ഈ സവർണ രാഷ്ട്രീയം എത്രത്തോളം എത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ശിവഗിരിയിലുണ്ടായ സംഭവം. കാരണം കാമക്ഷേത്രത്തിന് തന്നെ പൂജയ്ക്ക് ചെയ്യാൻ വിളിക്കാത്തതിൻ്റെ പേരിൽ എതിർത്ത കാഞ്ചി കാമകോടിക്ക് നേരിട്ട വെല്ലുവിളി, അല്ലെങ്കിൽ കാഞ്ചി കാമകോടിക്ക് സച്ചിദാനന്ദ സ്വാമിയേക്കാൾ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണുന്നതാണ്. തീർച്ചയായും രാഷ്ട്രീയമായ ശാക്തീകരണം ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ പോലും മതത്തിൻ്റെ വിശ്വാസത്തെ കാര്യത്തിൽ കുറേ കൂടി പുരോഗമനമായ കാഴ്ചപ്പാടുകൾ സച്ചിദാനന്ദ വച്ച് പൊളുത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ശിവഗിരിക്ക് ലഭിക്കാത്ത എതിർപ്പ്, ശിവഗിരിയെ കാഞ്ചി കാമകോടിയെ എതിർക്കാൻ കാണിക്കാത്ത ധൈര്യം ശിവഗിരിയിലെ സന്യാസിയെ എതിർക്കാൻ കാണിക്കുമ്പോൾ വെളിവാവുന്നത് നേരത്തെ പറഞ്ഞ രാഹുൽ ഈശ്വറിൻ്റെ രാഷ്ട്രീയമാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈരുദ്ധ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഈശ്വറിനെ കാണുന്നത്. വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അവ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഹുൽ ഈശ്വർ കാണിക്കുന്ന ചടുലത അമ്പരപ്പുളവാക്കുന്നത്. അത് ദിലീപിൻ്റെ വിഷയത്തിലായാലും ഇപ്പോൾ കേരളം നടന്നുകൊണ്ട വിഷയത്തിലായാലും നിയന്ത്രണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നും അതിലൂടെ പുരുഷകേന്ദ്രീകൃതമായ സമൂഹം ഉണ്ടാവേണ്ടതുണ്ട് എന്നുമുള്ള ഒരു നയം സ്ഥാപിക്കാൻ വളരെ ബുദ്ധിപൂർവ്വം രാഹുലിന് ഈശ്വറിന് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം ഏറ്റെടുക്കുന്നതിലൂടെ, ദിലീപുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ രാഹുലിന് ഇവിടെ നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ട്. തീർച്ചയായും അതിൽ RSS അജണ്ട ഉണ്ട് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അവിടെയാണ് പുരുഷകേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥിതി ഉണ്ടാവേണ്ടതിനെക്കുറിച്ചും സ്ത്രീകളിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവേണ്ടതിനെക്കുറിച്ചും സംസാരിക്കാൻ രാഹുൽ ഈശ്വർ തീരുമാനമെടുക്കുന്നത്. കാരണം താൻ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഇടപെടുന്നതെന്നും പൊതുയിടങ്ങളിലെ ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക വിശുദ്ധി സംരക്ഷിക്കപ്പെടുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയിലാണെന്നും അതിനൊരു പരിച്ഛേദം മാത്രമാണ് ആരാധനാലയങ്ങളെന്നും സ്ഥാപിക്കാൻ വളരെ ബുദ്ധിപൂർവ്വം രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നു. വളരെ മനോഹരമായ രാഹുൽ ഈശ്വറിന് അതിന് കഴിയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പൊതുജനങ്ങളിലേക്കും എത്തേണ്ടത്. ഫ്രാൻസിൽ സംഭവിച്ച ഒരു വിപ്ലവത്തിന് കേരളത്തിൽ ഇടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളത്തിലെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മതത്തോടുള്ള അന്ധമായ കൂറാണ്. മദ്രസയും പർദയും മുറുക്കയും പോലെയുള്ള പ്രാകൃതമായ ആശയങ്ങളെ വർഷങ്ങളായി ഇടതുപക്ഷമെന്ന് വിളിക്കപ്പെടുന്ന സംവിധാനങ്ങൾ പിന്തുണയ്ക്കുന്നു. അവർ ചെയ്ത നീചമായ വഞ്ചനയുടെ ബഹിസ്ഫുരണങ്ങളാണ് മറ്റു സമുദായങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വലതുപക്ഷം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരവാദത്തെ അതിൻ്റെ വേരുകളിൽ നിന്നുകൊണ്ട് തന്നെ എതിർക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഒരു രാജാറാം മോഹൻ റായ്, ഒരു ശ്രീനാരായണ ഗുരുവായി, ഒരു ജ്യോതിബ ഫുലെയായി രാഹുൽ ഈശ്വറും ചിദാനന്ദപുരിയും ശ്രീജിത്ത് പണിക്കരുമെല്ലാം പരിണമിക്കും. MM അക്ബർ മുതൽ അബ്ദുൽ നാസർ മുതൽ മദനി വരെയുള്ള ആളുകൾ എങ്ങനെ കേരളീയ സമൂഹത്തിന് മുന്നിൽ മുസ്ലിം മതവിശ്വാസികളെ അപഹാസ്യരാക്കിയോ അതേ രീതിയിൽ തന്നെയാണ് ഹിന്ദു സമൂഹത്തിനും സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ കുടിയേറ്റക്കാരായ സവർണ ഹിന്ദുക്കളെ. താങ്ക് യു.